പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ്. നമ്മുടെ ലൈവിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ലൈവ് കട്ടായി പോയായിരുന്നു. മാക്സിമം ഷെയർ ചെയ്തോളുക. ആളുകൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇരുന്നൂറിന്റെ നമ്പരപ്പുറായിരിക്കുന്ന ഇരുളു നിറഞ്ഞോ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
മനുജനു ശരണം ശാന്തിയുതരുളും തിരുസന്ദേശം ആളുകൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഒരുപാട് ആളുകൾക്ക് കാണാൻ ആഗ്രഹമുള്ളതാണ്. സൗമ്യ സന്തോഷിൻ്റെ കൈ പിടിച്ചു വന്ന ആ പള്ളിയുടെ മുറ്റത്തേക്ക് ഹൃദയങ്ങളിൽ പരിശോധിക്കുന്നു നിൻ മുൻപിൽ കണ്ടു തിന്മകളെല്ലാം തിരുത്തി പാപങ്ങൾ ഫലമായി പീഡകളും കണ്ണുനീരുകൊണ്ട് എന്റെ കിടക്ക് ഞാൻ നടക്കൂ മറിയം പാദം കഴുകുന്നു ഹൃദയം നീ എന്നെ സൃഷ്ടിച്ച് എന്റെ വേട്ടകൾ വെച്ചു
പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സൗമ്യയുടെ ദൈവാലയത്തിലുള്ള മതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ഈ അവസരത്തിൽ സീറോ മലബാർ സഭയുടെ തലവൻ ACBC പ്രസിഡന്റുമായിരിക്കുന്ന അത്യുന്നത കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ സന്ദേശം വായിക്കുകയാണ്. നമുക്ക് ഇതുകൊണ്ട് ഈ സന്ദേശം ശ്രമിക്കാം. അഭിമന്യ പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് ഇവിടെ വരണമെന്നും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്ന എറണാകുളത്ത് നിന്ന് പുറത്തേക്ക് കിടക്കുവാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പിതാവിന് അത് സാധിക്കില്ല എന്ന വിവരം നിങ്ങൾ അറിയിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. പിതാവിൻ്റെ അനുശോചന സന്ദേശം നമുക്ക് ഇപ്പോൾ ശ്രമിക്കാം. അനുശോചന സന്ദേശം. പലസ്തീൻ ഇസ്രായേൽ സംഘട്ടനത്തിൽ ഷെല്ലാക്രമണം മൂലം മരണമടഞ്ഞ സൗമ്യയ്ക്ക് ഏവരും സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്ന സമയമാണല്ലോ ഇത്. അക്കൂട്ടത്തിൽ സഭയുടെ പേരിൽ ഞാനും അനുശോചനം അറിയിക്കുകയും ബന്ധപ്പെട്ട എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഇസ്രായേലിലെ ഒരു വീട്ടിൽ കെയർ ടേക്കറായി ജോലി ചെയ്തിരുന്ന സൗമ്യ ഇപ്രകാരം ദാരുണമായ രീതിയിൽ മരണപ്പെടുമെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഭരണാധികാരികൾ നടത്തുന്ന ഇത്തരം യുദ്ധങ്ങളിൽ നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യരുടെ ജീവനാണ് ഹാനി സംഭവിക്കുന്നത്. സൗമ്യയുടെ മരണവും ഇതിന് ഉദാഹരണമാണ്. ഇപ്രകാരം യുദ്ധങ്ങളിൽ കൊല്ലപ്പെടുന്ന ഓരോ വ്യക്തിയോടും ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും സഹിക്കേണ്ടി വരുന്ന യാതനകൾ ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? യുദ്ധം ഏത് കക്ഷികൾ തമ്മിലായാലും മനുഷ്യൻ ചെയ്യുന്ന തിന്മയാണ്. യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടുന്നില്ല. അവശേഷിക്കുന്നത് നഷ്ടങ്ങൾ മാത്രം. സൗമ്യയുടെ മരണവും ഈ വസ്തുതയാണ് തെളിയിക്കുന്നത്. ഇടുക്കിയിലെ കീരിത്തോട് പ്രദേശത്തെ കാഞ്ഞിരത്താനം വീട്ടിൽ സന്തോഷിൻ്റെ ഭാര്യയായ സൗമ്യ ആ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇതുവരെ നാട്ടിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരികയായിരുന്നു. താൻ ശുശ്രൂഷിച്ചിരുന്ന വയോധികയുടെ സംരക്ഷണത്തിനായി തൻ്റെ സമയവും കഴിവുകളും സൗമ്യ വിനിയോഗിച്ചു വരികയായിരുന്നു. മരണത്തിൻ്റെ കരിനിഴൽ വീശിയപ്പോഴും തൻ്റെ സമർപ്പണത്തിൽ ഒരു കുറവും വരുത്താതെ അവരോടൊപ്പം സൗമ്യ നിലകൊണ്ടു. ഓടി രക്ഷപ്പെടാൻ നോക്കില്ലെന്ന് മാത്രമല്ല, തൻ്റെ ശുശ്രൂഷ അവസാനം വരെ നിർവഹിച്ചുകൊണ്ട് മരണം കൈവരിക്കുകയും ചെയ്തു. ഏകമകൻ അടോൺ ആഗ്രഹിച്ച ആദ്യ കുർബാന സ്വീകരണത്തിൽ അമ്മയുടെ സാന്നിധ്യം ഇനി ഉണ്ടാവുകയില്ല. ഭർത്താവ് സന്തോഷിന് സഹധർമ്മിയോടെ യാത്ര പറയേണ്ടി വന്നിരിക്കുന്നു. ദുഃഖം തലകെട്ടി നിൽക്കുന്ന ഈ കുടുംബത്തിന് ആശ്വാസം നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ആ ദൈവകൃപയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവ് സൗമ്യയ്ക്ക് നിത്യശാന്തിയും സന്തോഷിനും അടോണിനും സൗമ്യയുടെയും സന്തോഷിൻ്റെയും മാതാപിതാക്കൾക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും തുടർന്നുള്ള ജീവിതത്തിൽ സംരക്ഷണവും നൽകുമാറാകട്ടെ. കർദിനാൾ ജോർജ് ആലഞ്ചേരി, സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്. ഈശോമിശിഹായുടെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഈ സഹോദരിയുടെ ഭർത്താവ് സന്തോഷ്, പ്രിയമുള്ള കൊച്ചുമോൻ അടോൺ, വളരെ ദുഃഖം പറഞ്ഞ ഒരു മതസംസ്കാര ശുശ്രൂഷയിൽ നാം പങ്കുചേരുകയാണ്. ഈ മതസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരു മരണമാണ് നമ്മുടെ മുന്നിലുള്ളത്. മരണം
അപ്രതീക്ഷിതമായി കടന്നു വരുമ്പോൾ അത് താങ്ങുവാൻ പലപ്പോഴും നാം അശക്തരായി മാറുന്നു. നമ്മുടെ പ്രിയ സഹോദരി സൗമ്യ സന്തോഷിന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് നാം ഏവരും ഏറെ പ്രയാസപ്പെടുകയാണ്. പ്രിയപ്പെട്ട സന്തോഷ് വാത്സല്യമുള്ള കാഴ്ച സൗമ്യയുടെ മാതാപിതാക്കളെ കുടുംബാംഗങ്ങൾ, നിങ്ങൾ ഈ വലിയ വേദനയിൽ ഈ വലിയ നഷ്ടത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഈ നാട് മുഴുവനും ഇസ്രായേൽ ഗാസ ഭരിക്കുന്ന ഹമാസ് തമ്മിലുള്ള സംഘർഷം വളരെ രൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച അഷ്കലോണിൽ ഹമാസ് തീവ്രവാദികൾ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സൗമ്യയ്ക്ക് തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ആക്രമണത്തിൽ പ്രത്യാക്രമണത്തിനുമായി 130-ലേറെ പേർക്ക് ഇതുവരെയായി ജീവൻ നഷ്ടപ്പെട്ടു. പരിക്ക് പറ്റിയ വളരെയേറെയുണ്ട്. കൊല്ലപ്പെട്ടവരിൽ നിരവധി പിഞ്ചു കുട്ടികൾ, നിരവധി കുഞ്ഞുങ്ങൾ അനാഥരായിട്ടുണ്ട്. 9 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കുടുംബത്തിനൊപ്പം കഴിയണമെന്ന വലിയ സ്വപ്നം സൗമ്യയ്ക്ക് ഉണ്ടായിരുന്നു. 6 മാസത്തിന് ശേഷം മടങ്ങി വരുവാനുള്ള തീരുമാനത്തിലായിരുന്നു സൗമ്യ. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന മരണം എല്ലാ സ്വപ്നങ്ങളെയും ഇല്ലാതാക്കി. എല്ലാ സ്വപ്നങ്ങളും ബാക്കിയാക്കി സൗമ്യ നിത്യതയിലേക്ക് യാത്രയായി. ഈ മരണം എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലം ഏറെ നടുക്കം ഉളവാക്കുന്നു. സൗമ്യയുടെ ഭൗതിക ശരീരം ജന്മനാട്ടിലെത്തിയിരുന്നു. പ്രിയപ്പെട്ടവർക്ക് നോക്ക് കാണുവാൻ, ആദരാഞ്ജലി അർപ്പിക്കുവാൻ ഏറെ ജാഗ്രത ഇസ്രായേൽ, ഇന്ത്യൻ എംബസികളുടെയും ഗവൺമെന്റിന്റെയും ഉദ്യോഗസ്ഥരുടെയും സഹകരണവും പ്രവർത്തനവും വളരെ ശ്രദ്ധേയമാണ്. ഈ സന്ദർഭത്തിൽ സൗമ്യയുടെ ഭവനത്തിൽ വന്ന് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ഇന്ത്യയിലെ ഇസ്രായേൽ കോൺസുൽ ജനറൽ ജനാർദ്ദന സഭയെ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ നമ്മോട് പറയുന്നു. ഈ വേർപാട് നമ്മെ ചൂട് നിൽക്കുന്ന വേദനയുടെയും സങ്കടങ്ങളുടെയും അന്ധകാരത്തിൽ വെളിച്ചം പ്രദാനം ചെയ്യുന്നത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസമാണ്. പുനരുദ്ധാനം ജീവനുമായ ലാസറയാകുന്ന ജീവനിലേക്ക് നയിച്ചു. മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തേണ്ട ദൈവപുത്രൻ സൗമ്യയുടെ ആത്മാവിന് നിത്യശാന്തി ദാനം ചെയ്യുക. നമ്മുടെ നാട്ടിൽ നിന്നും ധാരാളം പ്രത്യേകിച്ച് സ്ത്രീകൾ ഇസ്രായേലിൽ ജോലി ചെയ്തു. അവരിലേറെ പേര് സാധാരണ വീട്ടമ്മമാണ്. സ്വന്തം കുടുംബാംഗങ്ങളിൽ അകന്ന് ദൂരെയായിരുന്ന അവരെ അനുസ്മരിക്കുന്നു. അവരെ നമ്മൾ ഓർമ്മിക്കണം. അവർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും ഈ സന്ദർഭത്തിലേറെ ആശങ്കയുണ്ട്. സ്വന്തം കുടുംബം കരുപിടിപ്പിക്കുവാനായി അന്യദേശത്തെ പ്രവാസികളായി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥന യുദ്ധം മൂലമുള്ള
കലാപം വഴി, വർദ്ധിച്ചു വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ വഴി നിഷ്കളങ്കരായ അനേകർക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. അക്രമം അക്രമത്തെ ജനിപ്പിക്കുന്നു. മനുഷ്യരാശിക്ക് ആവശ്യം സമാധാനമാണ്. ഗാസയിൽ സമാധാനം ചാർമാകുവാൻ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷവും തർക്കങ്ങളും അഭയാർത്ഥി പ്രശ്നങ്ങളും സമാധാനപരമായി പരിഹരിക്കുവാൻ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ശക്തമായ ഇടപെടൽ അനിവാര്യമാണ്. സംഘർഷം അവസാനിപ്പിച്ച് സമാധാന വഴിയിലേക്ക് നടന്നുപോകാൻ ഞങ്ങളെല്ലാവരും, ഈ മരണത്തിൽ ബുദ്ധരായ ഞങ്ങളെല്ലാവരും ഇരുകൂട്ടരോടും ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മെയ് 9-ാം തീയതി മധ്യാഹ്ന പ്രാർത്ഥനാ സമയത്ത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇസ്രായേലിലും പലസ്തീനിലും നടക്കുന്ന സംഘർഷത്തെക്കുറിച്ച് വളരെ വേദനയോടുകൂടി പ്രധാനം പറയുന്നു. I pray that it may be a place of meeting and not of violent violence, a place of prayer and of peace. I invite everyone to seek shared solutions so that the multi-religious and multicultural identity of the Holy City is respected and that continuity is preserved. കലാപഭൂമി സഹോദര്യം പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സന്തോഷം, പ്രിയപ്പെട്ട കുഞ്ഞുമത്തായിച്ച കുടുംബാംഗങ്ങളിൽ വിശ്വാസം നമുക്ക് പ്രതീക്ഷാത്മകമാണ്. വിശ്വാസത്തിൻ്റെ ശക്തി ഈ വേദനയെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ പ്രിയപ്പെട്ട സൗമ്യയുടെ ആത്മാവ് ദൈവത്തിലേക്കാണ് നമുക്ക് ഉറച്ച് വിശ്വസിക്കുന്നത്. ഹൃദയം തകർന്നവർക്ക് സമീപത്തിലാണ് ദുഃഖിതരെന്ന് ആശിക്കുന്നു. ദൈവം സന്തോഷിക്കും. അടൂരിനും സൗമ്യയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദരനും കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും തന്റെ സമാധാനവും സംരക്ഷണവും പ്രദാനം ചെയ്യുന്നു. സൗമ്യയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ശബ്ദമുയർത്തുമ്പോൾ കല്ലറകളും മൃതരുടനെഴുന്നേൽക്കും. ഞാൻ ദൈവത്തിനാനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. മൃതരെ വിളിക്കും ജീവനവർക്കും
കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാരം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഏൽപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകും. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നിന്റെ വൈദികമായ വിൽവാനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീട്ടിൽ ജീവിക്കുകയും ചെയ്യുന്നു. സ്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മാത്രമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പരിശുദ്ധ കുർബാനയുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പ്രദാശങ്ങളെ ആത്മാവിനെ പ്രഭാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയമായ പുരോഹിതരെയും ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകി നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നടന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം നിങ്ങളോടുകൂടി ഉണ്ടായിരുന്നു. സ്വർഗരാജ്യത്തിൽ ഞാൻ നിർമ്മിക്കുന്നതുവരെയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവേ, നിന്റെ ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർത്തിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശനത്തിന് ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. Yes.
ആശ്വാസം കൊടുക്കുന്നവനും
ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. അവസാനം പ്രതീക്ഷിക്കുന്ന മരണമടഞ്ഞവരെയും ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ വിശുദ്ധനായുടെ മൗലിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുന്നു. അവിടുത്തെ കൃപ നിരന്തരത്തിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതോടൊപ്പം തന്നെ എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ബഹുമാനപ്പെട്ട എം.എൽ.എ. എം.പി തുടങ്ങിയ ആളുകളും സർക്കാരിന്റെ ഔദ്യോഗികമായ എല്ലാ ആളുകളും പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാവർക്കും തീരത്തോടും ദേവതയുടെയും കുടുംബങ്ങളുടെയും വേണ്ടിയുള്ള ഹൃദയപൂർവമായ അറിയിക്കുകയാണ്. സൗമ്യ സന്തോഷത്തെ ആത്മാവിന് വേണ്ടി തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങളിൽ ആത്മാവിനെ സമർപ്പിക്കുകയും കൂടി നമുക്ക് എല്ലാവർക്കും ഹൃദയപൂർവമായ നന്ദി അറിയിക്കുകയാണ്. Thank you.
ഇസ്രയേലിലെ വീര് വെച്ച് പറഞ്ഞ വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതം വിലപിക്കരുതേ ഉടമായി കേട്ടാം പുനരുത്ഥാനം നവജീവിതവും അറിയിക്കുകയും ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും ദൂതർ കണക്കെ രാജിക്കുന്നു. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മനോഹരനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധമായ വിശ്രമം കൊള്ളുന്നായി കവലത്തെ മനോഹരമാകുന്നു. വിശുദ്ധമാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിശുദ്ധവും വിശുദ്ധ ദൈവത്താൽ വിശുദ്ധവുമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആപനം വരെ വിശ്രമം നൽകേണ്ട ഈ കവലം നീ ഭൗതികരിക്കണമേ. ദൈവത്തെയും മരണത്തിന്റെയും നാഥനും പരിശുദ്ധാത്മാവുമായി കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശീർവദിക്കണമേ. കർത്താവേ, നിന്റെ മുഖപീഠം പവിത്രീകരിക്കണമേ. കുരിശുവഴിയായി നമ്മെ രക്ഷിച്ചു പോകുന്ന സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആരെങ്കിലും അന്തിമ പ്രചാരണം അടുപ്പിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ എന്റെ കർത്താവിനെ ഞങ്ങൾ ഏൽപ്പിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അടയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല ഒരു ത്വരം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മകനായുസ്. അവനാണ് വികീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരം ഓർക്കണമേ. സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ
പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നോട് നാഥ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയായ നിരയായണ്ടിരിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മാതാപുത്രൻ റൂഹായേ കൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ഘോഷിക്കുവിൻ സർവേശാ നീ പരിശുദ്ധൻ. ബലവാനേ നീ പരിശുദ്ധൻ. നിത്യനമർത്യൻ പരിശുദ്ധൻ. നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. മാറ്റില്ല. തല ഒത്തിരി ചിരിക്കല്. അടിയിൽ വേറെ തട്ടണോ നോക്കിയാ കുഴപ്പമില്ല. അല്ലെങ്കിൽ തട്ടിയാ മതി. അടി തട്ടണം. തട്ടാനില്ല, അത് അധികം താന്നോളൂ. നല്ല ഗ്യാപ്പുണ്ട്. വെച്ച് ഇതവിടെ ചേർത്ത് വെച്ച് ഒന്ന് ചേർത്ത് വെച്ച് അവിടെ ലോക്കിട്ടെ. ലോക്കിട്ടോ ലോക്കിട്ടോ. ഓക്കെ.
ഇതിലെ അവധാനം എടുത്ത് അവിടെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് 6 പേര് ഒറ്റ പേര് വരണം വെക്കരുത്. ഈനെ തള്ളി അങ്ങനെ വെച്ച് നിൽക്കുന്നവര് ആ സൈഡില് കെട്ടേൽ വെച്ച് ചവിട്ടരുത്. പെട്ടി ഇച്ചിരി ഇങ്ങോട്ട് വലിക്കണേ പൊക്കി വിളിച്ചതാവട്ടെ അവിടെ പൊക്കിടാ ആ മതി പോരെ പോരെ അങ്ങനെ വശത്തിൽ നിൽക്കരുത്. അവിടെ ആ വിട്ടോ വിട്ടോ കുറച്ച് വലിച്ചിട്ടാ അവളെ പോന്നു പോന്നു അങ്ങനെ ആളുകളെല്ലാരും മാറി. ആളുകളെല്ലാരും മാറി. നീ ആരോടെ നിൽക്കണ്ട. ഒരുപാട് ആളുകൾ സൗമ്യതയുണ്ടായിരുന്നു. പക്ഷെ പള്ളിയിലേക്ക് ഒത്തിരി പേർക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള അനുമതി പോലീസ് ഉദ്യോഗസ്ഥർ തന്നിട്ടില്ല. അപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ആളുകളൊക്കെ നിൽക്കുകയാണ്. സാമൂഹിക അകലമൊക്കെ പാലിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിലുള്ള അച്ഛന്മാരൊക്കെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. വിവിധ പള്ളികളിലുള്ള ജനപ്രതിനിധികളെല്ലാവരും എത്തിയായിരുന്നു. ഇസ്രായേലിൻ്റെ മുന്നിൽ പൊലിഞ്ഞുപോയ സൗമ്യ എന്ന ആ സ്നേഹദൈവം ഇന്ന് ജന്മനാട്ടിൽ നിത്യസഹായ മാതാ ചർച്ചിൻ്റെ സെമിസ്റ്റേരിയിലേക്ക് തീവ്രവാദം എന്ന് പറയുന്ന സംഭവം ഇല്ലാതിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുകയാണ്. കവറിടല്ലേ കവറിടല്ലേ
അതെ ഞാൻ ട്രെയിൻ മേടിക്കാം. ചോദിച്ചതാ കീരിത്തോട് നിത്യസഹായ മാതാ ചർച്ചിൻ്റെ ഈ കബറിടത്തിൽ സൗമ്യ എന്ന തീവ്രവാദത്തിൽ പൊലിഞ്ഞു പോയിരിക്കുന്ന ആ കൊച്ചു പൂവ് അന്തിയുറങ്ങുന്നു. താങ്ക് യു സൗമ്യയുടെ ഈ ദുഃഖത്തിൽ പങ്കുചേർന്ന ഞങ്ങളുടെ നാടിനൊപ്പം പങ്കുചേർന്ന എല്ലാവർക്കും താങ്ക്സ് എ ലോട്ട്.